ന്യായാധിപന്മാരുടെ പുസ്തകം 4-ാം അധ്യായം. യേഹൂദ് മരിച്ച ശേഷം ഇസ്രായേൽ മക്കൾ വീണ്ടും യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. യഹോവ അവരെ ഹാനോരിൽ വാണ കനാന്യ രാജാവായ യാബീന് വിറ്റുകളഞ്ഞു. അവൻ്റെ സേനാപതി ജാതികളുടെ ഹാരോശ്യത്തിൽ പാർത്തിരുന്ന സിസേര ആയിരുന്നു. അവന് 900 ഇരുമ്പ് രഥം ഉണ്ടായിരുന്നു. അവൻ ഇസ്രായേൽ മക്കളെ 20 സംവത്സരം കഠിനമായി ഞെരുക്കിയതുകൊണ്ട് ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ആ കാലത്ത് ലെപ്പീദോത്തിൻ്റെ ഭാര്യയായ ദെബോര എന്ന പ്രവാചകി ഇസ്രായേലിൽ ന്യായപാലനം ചെയ്തു. അവൾ എഫ്രയീം പർവ്വതത്തിൽ രാമയ്ക്കും ബേഥേലിനും മധ്യേയുള്ള ദെബോരയുടെ ഈന്തപ്പനയുടെ കീഴിൽ പാർത്തിരുന്നു. ഇസ്രായേൽ മക്കൾ ന്യായവിസ്താരത്തിന് അവളുടെ അടുക്കൽ ചെല്ലുക പതിവായിരുന്നു. അവൾ അബീനോവാമിൻ്റെ മകനായ ബാരേഖിനെ കേദേശ് നഫ്താലിയിൽ നിന്ന് വിളിപ്പിച്ചു. അവനോട്, നീ പുറപ്പെട്ട് താബോർ പർവ്വതത്തിൽ ചെന്ന് നഫ്താലിയുടെയും സെബൂലിൻ്റെയും മക്കളിൽ 10,000 പേരെ കൂട്ടിക്കൊള്ളുക. ഞാൻ യാബീൻ്റെ സേനാപതി സിസെരയെയും അവൻ്റെ രഥങ്ങളെയും സൈന്യത്തെയും കീശോൻ തോട്ടിനരികെ നിന്റെ അടുക്കൽ കൊണ്ടുവന്ന് നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ബാരാക്ക് അവളോട്, നീ എന്നോട് കൂടെ വരുന്നെങ്കിൽ ഞാൻ പോകാം, നീ വരുന്നില്ല എങ്കിൽ ഞാൻ പോകയില്ല എന്ന് പറഞ്ഞു. അതിന് അവൾ, ഞാൻ നിന്നോട് പോരാം, എന്നാൽ നീ പോകുന്ന യാത്രയാൽ ഉണ്ടാകുന്ന ബഹുമാനം നിനക്ക് വരികയില്ല. യഹോവ സിസെരയെയും ഒരു സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ദെബോര എഴുന്നേറ്റ് ബാരാക്കിനോട് കൂടെ കേദേശിലേക്ക് പോയി. ബാരാക്ക് സെബൂലിനെയും നഫ്താലിയെയും കേദേശിൽ വിളിച്ചുകൂട്ടി. അവനോടുകൂടെ 10,000 പേർ കയറി ചെന്നു. ദെബോരയും കൂടെ കയറി ചെന്നു. എന്നാൽ കയന്യനായ ഹേബർ, മോശയുടെ അളിയൻ ഹോബാബിൻ്റെ മക്കളായ കേന്യരെ വിട്ടുപിരിഞ്ഞ് കേദേശിനരികെയുള്ള സാനന്നീമിലെ കരുവേലകം വരെ കൂടാരം അടിച്ചിരുന്നു. അബീനോവിൻ്റെ മകനായ ബാരാക്ക് താബോർ പർവ്വതത്തിൽ കയറിയിരിക്കുന്നു എന്ന് സിസേരയ്ക്ക് അറിവ് കിട്ടി. സിസേര തൻ്റെ 900 ഇരുമ്പ് രഥങ്ങളുമായി തൻ്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ ഹാരോശത്തിൽ നിന്ന് കീശോൻ തോട്ടിനരികെ വിളിച്ചുകൂട്ടി. അപ്പോൾ ദെബോര ബാരാക്കിനോട്, പുറപ്പെട്ടു ചെല്ലുക, യഹോവ ഇന്ന് സിസേരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു, യഹോവ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ബാരാക്കും അവൻ്റെ പിന്നാലെ 10,000 പേരും താബോർ പർവ്വതത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്നു. യഹോവ സിസെരയെയും അവൻ്റെ സകല രഥങ്ങളെയും സൈന്യത്തെയും ബാരാക്കിന് മുമ്പിൽ വാളിൻ്റെ വായ്ത്തലയാൽ തോൽപ്പിച്ചു. സിസേര രഥത്തിൽ നിന്ന് ഇറങ്ങി കാൽനടയായി ഓടിപ്പോയി. ബാരാക്ക് രഥങ്ങളെയും സൈന്യത്തെയും ജാതികളുടെ ഹാരോശ്യത്തിൽ വരെ ഓടിച്ചു. സിസേരയുടെ സൈന്യമൊക്കെയും വാളിൻ്റെ വായ്ത്തലയാൽ വീണു, ഒരുത്തനും ശേഷിച്ചില്ല. എന്നാൽ സിസേര കാൽനടയായി കേന്യനായ ഹേബറിൻ്റെ ഭാര്യ യായേലിൻ്റെ കൂടാരത്തിലേക്ക് ഓടിപ്പോയി. കേന്യനായ ഹാബേറിൻ്റെയും ഗൃഹവും ഹാസേർ രാജാവായ യാബീനും തമ്മിൽ സമാധാനമായിരുന്നു. യായേൽ സിസെരയെ എതിരേറ്റ് ചെന്ന് അവനോട്, ഇങ്ങോട്ട് കയറിക്കൊള്ളുക യജമാനെ, ഇങ്ങോട്ട് കയറിക്കൊള്ളുക, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. അവൻ അവളുടെ അടുക്കൽ കൂടാരത്തിൽ കയറി ചെന്നു. അവൾ അവനെ ഒരു പരവതാനി കൊണ്ട് മൂടി. അവൻ അവളോട്, എനിക്ക് ദാഹിക്കുന്നു, കുടിപ്പാൻ കുറെ വെള്ളം തരണമേ എന്ന് പറഞ്ഞു. അവൾ പാൽ തുരുത്തി തുറന്ന് അവനെ കുടിപ്പാൻ കൊടുത്തു. പിന്നെയും അവനെ മൂടി. അവൻ അവളോട്, നീ കൂടാരവാതിൽക്കൽ നിൽക്കുക, വല്ലവനും വന്ന് ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയണം എന്ന് പറഞ്ഞു. എന്നാൽ ഹാരേബിൻ്റെ ഭാര്യ യായേൽ കൂടാരത്തിൽ ഒരു കുറ്റിയെടുത്ത് കയ്യിൽ ചുറ്റികയും പിടിച്ച് പതുക്കെ അവൻ്റെ അടുക്കൽ ചെന്നു. കുറ്റി അവൻ്റെ ചെന്നിയിൽ തറച്ചു. അത് നിലത്ത് ചെന്ന് ഉറച്ചു. അവന് ഗാഢനിദ്രയായിരുന്നു. അവൻ ബോധം കെട്ട് മരിച്ചുപോയി. ബാരാക്ക് സിസേരയെ തിരഞ്ഞു ചെല്ലുമ്പോൾ യായേൽ അവനെ എതിരേറ്റ് അവനോട്, വരിക, നീ അന്വേഷിക്കുന്ന ആളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു.
അവൻ അവളുടെ അടുക്കൽ ചെന്നപ്പോൾ സിസേര ചെന്നൈയിൽ കുറ്റിയുമായി മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇങ്ങനെ ദൈവം അന്ന് കനാന്യ രാജാവായ യാബീനെ ഇസ്രായേൽ മക്കൾക്ക് കീഴടക്കി. ഇസ്രായേൽ മക്കൾ കനാന്യ രാജാവായ യാബീനെ നിർമൂലമാക്കും വരെ അവരുടെ കൈ കനാന്യ രാജാവായ യാബീന് മേൽക്കുമേൽ ഭാരമായി തീർന്നു. ഇങ്ങനെ ന്യായാധിപന്മാർ 4-ാം അധ്യായം അവസാനിക്കുന്നു.